തുടരും മൂവിയില്ലേ അതിനെ വെല്ലും നല്ല പടക്കം കോമഡി, നല്ല നോർമൽ കിണ്ടിലം കാച്ച് കോമഡിയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് തിയേറ്ററിൽ പൊട്ടിയിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു അവറേജ് പടം, എബോ അവറേജ് പടം. ലാലേട്ടൻ്റെ ഒരു വേറെ ഒരു ജോണറിലുള്ള സത്യന്തിക്കാരൻ്റെ പടം. ഞാൻ ഓണത്തിന് ഇതിൽ കൂടുതൽ തൂക്കാനൊന്നുമില്ല. ഇതിനൊരു അടിസ്ഥാനപരമായ സ്റ്റോറി ഇല്ല, ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു കഥ എങ്ങനെ പോകുന്നു അതോടെ പടം. നമ്മൾ കുറേ കാലമായിട്ട് മോഹൻലാലിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇല്ല എന്നുള്ള ഒരു പരാതി കേട്ടുകൊണ്ടിരുന്നിട്ട് ഭയങ്കര മാറിയിട്ടുള്ള മോഹൻലാലിൻ്റെ മുഖമൊക്കെ ലാലേട്ടൻ്റെ ഷോ എന്ന് പറയുന്നതിൽ കൂടുതൽ നല്ലൊരു സിനിമ നമുക്ക് ഈ ഓണത്തിന് കണ്ടിരിക്കാൻ, ഈ ഓണത്തിനെന്നല്ല, ഇത് നമ്മൾ റിപ്പീറ്റ് വാച്ച് ഉള്ള ഒരു സിനിമയായിട്ട് നമ്മളെ പല സിനിമകളും പഴയ കാലത്തെ വന്നിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ വരാറ് കുറവാണ്. അതേസമയം ഈ സിനിമ ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണ്. നല്ല വീണ്ടും നമുക്ക് കാണാൻ തോന്നും. ഓരോ സീനും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ലെവലിലാണ്. നമുക്ക് എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്. ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സീനുകളാണ്. ഒരു കുത്തിത്തിരിയലും ഇല്ല, ആവശ്യമില്ലാത്ത ഒരു സീനും ഇല്ല, ഒരു ഡയലോഗ് പോലും ഇല്ല, ഇടിയില്ല. ഇടിയില്ല എന്ന് പറഞ്ഞാൽ ഇടിയുണ്ട്, പക്ഷെ അത് ഒരു വ്യക്തമായ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളോടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു മൂവി. ഗംഭീരം, അടിപൊളി, രക്ഷയില്ല, സൂപ്പറായിരുന്നു. തുടരുമ്പോൾ അവർ ജസ്റ്റ് ക്യാമിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇതിൽ രണ്ട് പേരുടെ കോമ്പോ നമ്മൾ ആഗ്രഹിച്ച പോലെ ആ ഒരു വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫൊക്കെ രണ്ടുപേരും തമ്മിലുള്ള സീൻസും പിന്നെ കോമഡി എല്ലാം കൂടെ പൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫും നൈസ്. നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വളരെ ഗംഭീരമായൊരു സ്ക്രിപ്റ്റും ഡയറക്ഷനാണ്. പിന്നെ എല്ലാത്തിനപ്പുറം നമ്മൾ കുറേ കാലമായിട്ട് മോഹൻലാലിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇല്ല എന്നുള്ള ഒരു പരാതി കേട്ടുകൊണ്ടിരുന്നിട്ട് ഭയങ്കര മാറിയിട്ടുള്ള മോഹൻലാലിൻ്റെ മുഖമൊക്കെ മലയാളികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. വളരെ ഈ സിനിമ ആ പേര് പോലെ തന്നെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. മോഹൻലാൽ സത്യനന്ദിക്കാടൊക്കെ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ കോംബോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബചിത്രമാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടിനും മോഹൻലാലിനും അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ. പടം ഹൃദയപൂർവ്വം ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വളരെ ലാഗാണ് പടം. സെക്കൻഡ് ഹാഫാണ് പിന്നെയും പടത്തിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ല, ആ ഒരു ഫീൽ ഗുഡ് കിട്ടിയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനപരമായ സ്റ്റോറി ഇല്ല, ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു സാധാരണ ഒരു കഥ എങ്ങനെ പോകുന്നു അതോടെ പടം ഒരു സാധാരണ ലെവലിൽ അങ്ങ് അവസാനിക്കുന്നു. ഒരു ആവറേജ് മൂവി, അതിനപ്പുറമൊന്നും പറയാനില്ല. ഒരു ഓണം തൂക്കാൻ പറ്റുന്നൊരു മൂവി എന്നൊക്കെ പറയില്ലേ, അതൊന്നും പറയാനില്ല. സത്യനന്ദിക്കാടിൻ്റെ പഴയ മൂവി വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഈ പടം. സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു ടച്ചേ ഇല്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ എടുത്തു പറയുന്നത് സ്റ്റോറി എന്താ പറയുക, ഒരു സാധാരണ സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് കിട്ടിയില്ല. നമ്മളൊരു പ്രതീക്ഷയുടെ ആ ലെവലിൽ എത്തിയില്ല. കോമഡി അത്യാവശ്യമൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാലും വലിയൊരു ആ പഴയ ലാലേട്ടനൊന്നും കിട്ടില്ല. പഴയ ലാലേട്ടൻ്റെ കൂടെ ഒരു ഓണം പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷെ ആ ഒരു ഇത് കിട്ടില്ല. പടം കണ്ടവർക്ക് മനസ്സിലാവും. ഒരു ആവറേജ് മൂവി, അത്ര പറയാം. നാളേക്ക് ശേഷം കണ്ട ഒരു നല്ലൊരു 100% ഫാമിലി പടം. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അതിലും മേലെ സത്യനന്ദിക്കാടിൻ്റെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട നല്ലൊരു മൂവി. ഒരുമാതിരിപ്പെട്ട ഒരു വൾഗർ ഡയലോഗ്സ് ഒന്നുമില്ല. 100% ഫാമിലി മൂവി. നമ്മളാദ്യം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തും, ഒന്നും കളയാനില്ല. 100% ലാലേട്ടൻ പടം, സത്യനന്ദിക്കാട് പടം. ഫാമിലിക്ക് 100% നമുക്ക് ഒന്നും നോക്കാതെ ടിക്കറ്റ് എടുത്ത് ധൈര്യപൂർവ്വം കാണാം. ഇപ്രാവശ്യത്തെ ഓണം ലാലേട്ടൻ തൂക്കി. ഇനി ലാലേട്ടൻ തന്നെ തുടരും. ഈ വർഷം ഫുള്ള് ലാലേട്ടൻ എടുക്കാനുള്ള പരിപാടി തന്നെ, വേറൊന്നുമില്ല. സൂപ്പർ പടം. എല്ലാവർക്കും ധൈര്യമായിട്ട് ലാലേട്ടൻ്റെ അടുത്ത 100 crore 200 crore ലോഡിങ്. ഒരു അവറേജ് പടം, എബോ അവറേജ് പടം. ലാലേട്ടൻ്റെ ഒരു വേറെ ഒരു ജോണറിലുള്ള സത്യനന്ദിക്കാടിൻ്റെ പടം. കണ്ടിരിക്കാൻ നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. സത്യനന്ദിക്കാടിൻ്റെ ഒരു ട്രാക്ക് നമുക്ക് പടത്തിൽ കിട്ടിയില്ല. പിന്നെ ഒരു പഞ്ച് മോറായിട്ടുള്ളൊരു കോമഡി നർമ്മങ്ങൾ നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. നർമ്മങ്ങൾ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ലാലേട്ടൻ്റെ. പിന്നെ സഹനടന്മാരെ അഭിനയിച്ച സിദ്ദീഖാണെങ്കിലും ബാബുരാജ്, ലാലുലസൊക്കെ നന്നായിട്ടുണ്ട്. അവരൊക്കെ നർമ്മങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു നല്ലൊരു സ്റ്റോറി പാത്ത് ആ പടത്തിന് കിട്ടിയില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. സത്യനന്ദിക്കാടിൻ്റെ ഒരു റേഞ്ച് അനുസരിച്ചിട്ടുള്ള നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ കുറേ ഗ്യാപ്പ് കിട്ടി ചെയ്യുന്ന പടങ്ങളല്ലേ, അപ്പോൾ ഇതിനെ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമുക്കൊരു നൈസായിട്ടൊരു ഫീൽ ഗുഡ് മൂവി നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. സത്യനന്ദിക്കാടിൻ്റെ ട്രാക്ക് തന്നെയാണ്, പക്ഷെ നമുക്ക് സത്യനന്ദിക്കാടിന് ഇതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് ഗ്യാപ്പ് വിട്ട് ഡയറക്ഷൻ ചെയ്യുമ്പോൾ
നന്നായിക്കമായിരുന്നു എന്ന് തോന്നി. ഒരു സ്റ്റോറി പാത്ത് കിട്ടിയില്ല പടത്തിന്. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഓക്കെയാണ്, ഫാമിലീസിന് വന്ന് കാണാം. നന്നായിട്ടുണ്ട്. ലാലേട്ടൻ്റെ എല്ലാ നർമ്മങ്ങളും അതിലുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ടിയുള്ള എല്ലാ നർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അത് ലാലേട്ടൻ്റെ അഭിനയത്തിലൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഒരു സുഖം കിട്ടിയില്ല പടത്തിന് ക്ലൈമാക്സ് വരെ. എന്നുള്ളത് ഉറപ്പിച്ചോ. ഓണം ലാലേട്ടൻ തൂക്കി. തുടരും മൂവിയില്ലേ, അതിനെ വലിയ നല്ല പടക്കം കോമഡി, നല്ല നോർമൽ കിണ്ടിലം കാച്ച് കോമഡി, ഫുൾ ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, അടിപൊളി. ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ. ഈ പടം ബമ്പർ ഹിറ്റാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്, അടിപൊളി കോമഡി, ഒരു രക്ഷയില്ല, ഒരു വജ്രായുധമാണ് നമ്മുടെ ലാലേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് തിയേറ്ററിൽ പൊട്ടിയിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു രക്ഷയില്ല, പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്, അടിപൊളി പടം. സത്യനന്ദിക്കാട് ലാലേട്ടനുള്ള കോംബോ, ജനാർദ്ദൻ എന്നുള്ള കോംബോ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്ടറായിട്ടുള്ള ബാലച്ചേട്ടൻ, പ്രത്യേകിച്ച് ഞാൻ പറയണ്ട, ബാലച്ചേട്ടൻ കാണേണ്ട സിനിമയാണ്, വന്ന് കാണുക, അടിപൊളി പടം, ഒരു രക്ഷയില്ല, കിടിലം സ്ക്രിപ്റ്റ്.